ഹായ്. നമ്മുടെ ലൈറ്റും മൈക്കും ഒക്കെ 2-3 ദിവസമായിട്ട് കേടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഒരു മാസമായിട്ട് വീഡിയോ ഇടാതിരുന്നത്. ആ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ഒരു അതിഭീകരമായിട്ടുള്ള ഒരു റോഡ് മൂവിയാണ്. നമ്മളിതിന് മുമ്പേയൊക്കെ റോഡ് മൂവീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിലൊരു ഹൊറർ എലിമെന്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. വയലൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഹൊറർ എലിമെന്റ്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം, ഒരു നാല് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണ് ഇറ്റ് എൻഡ്സ് എന്ന് പറഞ്ഞ 2025 ഇറങ്ങിയ സിനിമ. സിനിമയുടെ ഒരു നട്ഷൽ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ, ഇത് 3 ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു 3 സുഹൃത്തുക്കളുണ്ട്. ജെയിംസ്, ഡേ, ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള 3 പേര്, ഒരു പെൺകുട്ടിയും 2 ആണുങ്ങളും. അങ്ങനെ ഇവരുടെ ഒരു പൂർവ്വകാല സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ടൈലർ. അങ്ങനെ അവർ വഴിയിൽ വെച്ചിട്ട് അവർ കണ്ടുമുട്ടുന്നു, അവരുടെ കാറിൽ കയറുന്നു. ഒരു പഴയ വണ്ടിയാണ്. അങ്ങനെ ഇവർ തിരിച്ച് ആ റോഡിലൂടെ ഇങ്ങനെ ഒരു വഴി മാറി ഒന്ന് സഞ്ചരിക്കുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരിങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് ടൈലറാണ്. ടൈലർ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് 40-40 കിലോമീറ്റർ പോയിട്ട് ഇത് എവിടെ എത്തുന്നില്ല. അത് ഒരു റേഞ്ചും കാണിക്കുന്നില്ല. അവര് മറ്റേ മാപ്പ് നോക്കുന്ന സമയത്തൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈന് മാത്രമാണ് കാണിക്കുന്നത്. വലിയ പുറത്തേക്ക് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടിയുടെ പെട്രോൾ തീരുന്നില്ല. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വണ്ടി ഇങ്ങനെ നേരേക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ 2 സൈഡ് കാട്. അതിഭീകരമായിട്ടുള്ളൊരു അവസ്ഥ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നമ്മളൊന്നും ഞെട്ടില്ലേ? വണ്ടി പുറത്തിറങ്ങി നോക്കുമല്ലോ. ഇതുപോലെ തന്നെ ഇവരും ചെയ്തു. ഒരു എൻ്റെ എത്തിയ സമയത്ത് മുന്നിൽ ഒരു ഭിത്തി പോലെ ഈ പറയുന്ന കാട് നിൽക്കുകയാണ്. മുന്നോട്ട് വഴിയില്ല. അപ്പോൾ ഇവരെന്തായിരിക്കും ഇത്രയും ദൂരം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മുന്നേ വന്നതാണല്ലോ ഈ വഴി, എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവർ 4 പേരും പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് കാട്ടിൻ്റെ അകത്ത് നിന്നിട്ട് ഒരു കൂട്ടം ആളുകൾ ഇവർക്ക് നേരെ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കും, അലറി വിളിച്ച്. സാധാരണ ആളുകൾ, അതായത് സോംബികളൊന്നുമല്ല. ഇവരിങ്ങനെ ഓടി പിടിച്ചിങ്ങനെ എന്തോ ഇവരെ സംഘത്ത് ചേർക്കാനാണോ ആ കാറ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഇവരിങ്ങനെ ഓടി ആക്രോശിച്ച് വന്നുകൊണ്ടിരിക്കും. ഇവർ വേഗം പേടിക്കും, വണ്ടി കയറും. 4 പേരും വണ്ടിയിൽ കയറും, വണ്ടി റിവേഴ്സ് അടിക്കും, തിരിച്ചു വിടും. എന്നിട്ടും ഇത് എത്തൂല. ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ തീരുന്നില്ല, വണ്ടിക്ക് വേറൊരു പ്രശ്നങ്ങളില്ല, റേഞ്ച് ഇല്ല, പുറത്തേക്ക് വിളിക്കാൻ പറ്റുന്നില്ല. എത്രയെന്ന് വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം ഇല്ലാതെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ 4 പേർക്കും, ഒരു ടീനേജേഴ്സ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും, കാടിനകത്ത് വരുന്നത് ആരാണ്, എത്ര സമയം കൊണ്ട് അവരിവിടേക്ക് എത്തും, അവരെ എങ്ങനെ എതിർത്ത് മറ്റൊരു ആൾട്ടർനേറ്റീവ് വേൾഡിലേക്ക് അവർ എത്തിപ്പെട്ടതാണോ എന്നൊക്കെ പേടിക്കുന്നുണ്ട്. അപ്പോൾ റിയാലിറ്റി വേൾഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ അവർ ട്രൈ ചെയ്യുന്ന, അവർ പരീക്ഷിക്കുന്ന, അവർ ടാക്കിൾ ചെയ്തിട്ട് പുറത്തെടുക്കാൻ നോക്കുന്ന ഒരു സിനിമയാണ് ഇറ്റ് എൻഡ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ. അടിപൊളി സിനിമയാണ്. ഒരു ഭീകരാന്തരീക്ഷത്തിൽ വളരെ കുറച്ച് സമയമുള്ളൂ, 1 മിനിറ്റ് 40 സെക്കൻഡ്, അങ്ങനെ 40 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ, 1 മണിക്കൂർ 40 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളൂ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഹൊറർ എലിമെന്റ്സ് ഒക്കെ സിനിമയിലുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അവരെങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ കുടുങ്ങി പോവുകയാണോ, ആളുകൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു, ആ കാറിന് എന്താണ് പ്രത്യേകത, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സിനിമ കണ്ടു നോക്കാം. അടിപൊളി സിനിമയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സുകളും റീൽസുകളും ഒക്കെ കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. സീ യു ഗൈസ്.